ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ ഈ ആദർശം ലോകരക്ഷിതാവായ ജഗത്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള യുക്തിയായും ലക്ഷ്യമായും പഠിപ്പിച്ച ഈ ആദർശം ഏതെങ്കിലും നിലയ്ക്ക് വെറുതെ ഒരു പ്രസ്താവനയായി പറഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നമ്മൾ ധരിച്ചു പോകരുത്. വെറുതെ ഒരു പ്രസ്താവനയായി അങ്ങ് ഉന്നയിച്ചു പോകുന്ന ഒന്നല്ല ഇസ്ലാമിൻ്റെ മൂലപ്രമാണമായ ഈ ആദർശം എന്നത്. നേരെ മറിച്ച് പ്രാമാണികമായി, ആധികാരികമായി, ബുദ്ധിപരമായി, മനുഷ്യയുക്തിക്കനുസൃതമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ആദർശം. അത് ലോകത്ത് ഏത് കാലത്തും ഏത് സമയത്തും ഏത് ദേശത്തും ഏത് സംസ്കാരത്തിലും ഏതു മനുഷ്യർക്കും, ഒരു ചെറിയ കുട്ടിക്കും വലിയ പടുവൃദ്ധനും, കാലദേശ വ്യത്യാസമന്യേ, ഭാഷാ വ്യത്യാസമന്യേ മനുഷ്യരുടെ വലിയ ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ ബുദ്ധിജീവികൾ എന്ന വ്യത്യാസമന്യേ ഒരു സാധാരണക്കാരൻ എന്നായിരുന്നാൽ പോലും ആർക്കും ലളിതമായി വളരെ സുന്ദരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ആദർശം. അത് മനുഷ്യയുക്തിയുടെ, മനുഷ്യൻ്റെ ചിന്തയുടെ അങ്ങേയറ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും ആലോചിക്കാനും അള്ളാഹുവിൻ്റെ ഈ ഏകത്വത്തെക്കുറിച്ച് മനുഷ്യൻ പഠിച്ചു മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അത് പല രൂപത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവാണ് ആരാധനക്കർഹനായ ഏകൻ എന്ന് നമ്മൾ പറയുന്നതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അള്ളാഹുവാണ് ഈ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് എന്നത് അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആദ്യം മുതൽ പാരായണം ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കൽപ്പനാക്രിയ ഉപയോഗിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന, അല്ലയോ ജനങ്ങളെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കൽപ്പന, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും. ഭാഷാ വ്യത്യാസമന്യേ ഏത് സംസ്കാരവും ഏത് കാലത്തും ഏത് സമയത്തും ജീവിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. മുസ്ലിങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിൽ ജനിച്ച ആളുകളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടല്ല, നേരെ മറിച്ച് ഈ ലോകത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഏത് കാലത്തും ജനിക്കുന്ന ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ് എന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. കൽപ്പന പറയുന്നു, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവ്, നിങ്ങളുടെ സ്രഷ്ടാവ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനതകളെയും സംസ്കാരങ്ങളെയും ഒക്കെയും അതിനു മുമ്പ് ആദിപിതാവായ ആദം നബി മുതൽ മനുഷ്യരെയും മനുഷ്യകുലത്തെയും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ സംവിധാനിച്ച സ്രഷ്ടാവിനെയാണ്, ആ സൃഷ്ടികർമ്മം നിർവഹിച്ച സ്രഷ്ടാവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ നിരോധനം സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകൾ. 22ാമത്തെ ആയത്തിൻ്റെ അവസാനം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളെയും ഒക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം ഈ ഭൂമിയെ സംവിധാനിച്ചതിനെക്കുറിച്ച്, മനുഷ്യന് ഉപജീവനം നൽകപ്പെട്ടതിനെക്കുറിച്ച് ഒക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫലാ തജാലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് ആ റബ്ബിന് നിങ്ങൾ പങ്കുകാരെ നിശ്ചയിച്ചു കൊടുക്കരുത്. നിത്തുകളെ, പങ്കുകാരെ, സമന്മാരെ അള്ളാഹുവിന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിശ്ചയിച്ചു കൊടുക്കരുത്. അള്ളാഹുവിന് പുറമെ ആരൊക്കെ, ഏതൊക്കെ, എന്തൊക്കെ വസ്തുവായിരുന്നാലും വ്യക്തികളായിരുന്നാലും ശക്തികളായിരുന്നാലും എന്തൊക്കെ ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്നുണ്ടോ അവക്കൊന്നുമില്ലാത്ത വിശേഷണമാണ് സൃഷ്ടികർത്തൃത്വം എന്ന വിശേഷണം. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് പോലെ അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യഖ്ലഖൂൻ, ഒന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത, സൃഷ്ടാവേ അല്ലാത്ത സ്വയം സൃഷ്ടികളായി മാറിയ നിസ്സാരന്മാരെയാണല്ലോ ഇവർ അള്ളാഹുവിന്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് സമന്മാരായി നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ മാനവരാശിയുടെ ചിന്തയെ തട്ടിയുണർത്തുന്ന അള്ളാഹുവിൻ്റെ ചോദ്യം നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന അഭിസംബോധന വീണ്ടും അവിടെ ആവർത്തിക്കുന്നു. ദുരിബ മസലുൻ ഫസ്തമിഊ ലഹു, ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു. ചിന്തിക്കുന്ന മനുഷ്യർക്ക്, ആലോചിക്കുന്ന തലയിൽ ആൾ താമസമുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. സൃഷ്ടാവല്ലാത്ത ഏതൊരാൾക്കാണ് ഈ ലോകത്ത് ആരാധനയ്ക്ക് അർഹതയുള്ളത്? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊ ലഹു, അള്ളാഹുവിന് പുറമെ ഈ ലോകത്തെ സംവിധാനിച്ച സൃഷ്ടാവിന് പുറമെ ആരെയൊക്കെ എന്തിനെയൊക്കെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ദുആ ചെയ്യുന്നുവോ, ആരാധിക്കുന്നുവോ,
ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഊല. അവക്കൊന്നും ഒരു ഈച്ചയെപ്പോലും ഈ ലോകത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഈച്ചയെപ്പോലും ഈ ലോകത്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയാൽ പോലും അതിന് സാധ്യമല്ല. വഇൻ യസ്ലുബുഹുമുദ് ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ. ഒരു ഈച്ചയെങ്ങാനും നമ്മുടെ മൂക്കിൻ തുമ്പിലൂടെ പാറിപ്പോകുന്ന നിസ്സാരമായൊരു പ്രാണി, ഒരു ഈച്ചയെങ്ങാനും നമ്മളിൽ നിന്നെങ്കിലും തട്ടിയെടുത്താൽ, ആ ആരാധ്യന്മാരിൽ നിന്നെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ പോലുമുള്ള ശേഷിയില്ലാത്ത ആളുകൾ, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്രയോ ദുർബലർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ചിന്തയെ തട്ടിയുണർത്തി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഈ ലോകത്തെ സംവിധാനിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും യുക്തിയെയും ഒക്കെ സംവിധാനിച്ച ആ സ്രഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നും ആരാധിക്കണം എന്നുമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനകളെയോ ഏതെങ്കിലും കൂട്ടായ്മകളെയോ ഏതെങ്കിലും ശക്തികളെയോ മറ്റേതെങ്കിലും ആശയങ്ങളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ ആരാധിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടല്ല എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മനുഷ്യരെ നമ്മൾ ഈ ഒരു ആദർശ മുഖാമുഖം നടത്തുന്നത്. നേരെ മറിച്ച് നമ്മളെയൊക്കെ സൃഷ്ടിച്ച, മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും ജൈനനെയും മതമില്ലാത്തവനെയും ഒക്കെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന തത്വമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. ആ സ്രഷ്ടാവ് തന്നെയാണ് ഈ ലോകത്തെല്ലാം ഉടമപ്പെടുത്തുന്നത് എന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ ഒരുവനാണെങ്കിൽ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും ആ ഒരേ ശക്തിയിൽ തന്നെയായിരിക്കുമെന്ന്, ആ ഒരേ ദൈവത്തിൽ തന്നെയായിരിക്കുമെന്നത് നമുക്കേവർക്കും പിന്നെ പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. അതാണ് നിങ്ങളെ സൃഷ്ടിച്ച ആ രക്ഷിതാവെങ്കിൽ ലഹുൽ മുൽക്ക്, ആ രക്ഷിതാവിനാണ്, ആ സ്രഷ്ടാവിനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും ഉള്ളത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ അവകാശമില്ലാത്ത, ഉടമപ്പെടുത്താത്ത നിസ്സാരരായ സൃഷ്ടികളെയാണോ, ഈ യാതൊരു തരത്തിലുമുള്ള ഉടമസ്ഥാവകാശവും ഇല്ലാത്ത സൃഷ്ടികൾക്ക് മുമ്പിലാണോ നമ്മളുടെ പ്രശ്നങ്ങളുടെ, നമ്മുടെ പ്രതിസന്ധികളുടെ, നമ്മുടെ സങ്കടങ്ങളുടെ, പരാതികളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ കണ്ണീരോടുകൂടി കാത്തു നിൽക്കുന്നത്, കൈകുപ്പി നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, ഈ ലോകത്തെ എല്ലാം ഉടമപ്പെടുത്തുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അധിപതി, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയുള്ള ദൈവത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്ന പേരാണ് അല്ലാഹു എന്ന പേര്. ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെയോ ഏതെങ്കിലും ഒരു കാലത്ത് ജനിച്ച് ജീവിച്ചു പോയ, മരിച്ചുപോയ ഒരു പുണ്യപുരുഷൻ്റെയോ പുണ്യാത്മാവിൻ്റെയോ പേരല്ല. ഏതെങ്കിലും അറബ് ഗോത്രങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ദൈവത്തിൻ്റെയോ പേരല്ല അല്ലാഹു എന്നത് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ഇങ്ങനെ ലോകത്തെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിനെ ഉടമപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും പിന്നെ അതേ റബ്ബ് തന്നെ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു ഇലയനങ്ങുന്നുവെങ്കിൽ, ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ, മരിക്കുന്നുവെങ്കിൽ, ജനിക്കുന്നുവെങ്കിൽ, ഓരോ മനുഷ്യനും ഉപജീവനം നൽകപ്പെടുന്നു എങ്കിൽ ഈ ലോകത്ത് കോടാനുകോടി വരുന്ന മനുഷ്യരുണ്ട്. ഈ ലോകത്ത് അനേകായിരം മനുഷ്യൻ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ ജന്തുജാലങ്ങളുണ്ട്. നമ്മളിപ്പോഴും നമ്മുടെ കണ്ണിൽ പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ ജീവികളുണ്ട്. മനുഷ്യൻ വാസയോഗ്യമല്ല എന്ന് കരുതുന്ന മുൾച്ചെടികൾ മാത്രം വളർന്നു നിൽക്കുന്ന, മണൽപ്പരപ്പുകൾ ഇങ്ങനെ അതിരിട്ട് നിൽക്കുന്ന മരുഭൂമികളിൽ ജീവിക്കുന്ന ജന്തുജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഉപജീവനം നൽകുന്നുണ്ട്. എല്ലു മരവിച്ചു പോകുന്ന മനുഷ്യനെത്താൻ കഴിയില്ല എന്ന് മനുഷ്യന്മാർ ധരിക്കുന്ന തണുത്തുറച്ച മഹാകൊടുമുടികളിൽ ജന്തുജാലങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കടലിലും കരയിലും ഒക്കെ മനുഷ്യൻ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ ജന്തുജാലങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആടും മാനും അതുപോലെ തന്നെ കാട്ടുപോത്തും കുളക്കോഴിയും ഹിംസ്ര ജന്തുക്കളും ഒക്കെ അടങ്ങുന്ന, നമ്മൾ പരിഹാസത്തോടുകൂടി ഒരു വ്യവസ്ഥയുമില്ല എന്നതിന് ഉദാഹരണമായി കാടൻ നിയമം എന്ന് പറയുന്ന വനാന്തരങ്ങളിൽ പോലും ഒരു ജീവിയും പട്ടിണി കിടന്നു മരിക്കുന്നത് വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഉപജീവനം നൽകപ്പെടുന്നുണ്ട്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഈ ലോകത്തെ മുഴുവൻ ഉടമപ്പെടുത്തുകയും ഈ ലോകത്തെ സർവ്വ ജന്തുജാലങ്ങൾക്കും ആ ശക്തി തന്നെ ഉപജീവനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ തേൻ ശേഖരിക്കാൻ വേണ്ടി 4000-ഓളം പൂക്കളിലേക്ക് പറന്നു ചെല്ലുന്ന തേനീച്ചയും അതേ തേൻ ഒരു ലാഘവത്തോടു കൂടി ഒരു സ്പൂണിലെടുത്ത് വായിലേക്കിട്ട് നുണഞ്ഞിറക്കുന്ന നമ്മളാകുന്ന മനുഷ്യരും
ഒക്കെയടങ്ങുന്ന ഈ വലിയ ഭൗതിക ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നുണ്ട്. അത് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ആരാണ് ഇതിനൊക്കെ ഉപജീവനം നൽകുന്നത്? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ ആരാണ് ഈ പറഞ്ഞ ആളുകൾക്ക്, ജന്തുജാലങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കാഴ്ചയെയും കേൾവിയെയും കാഴ്ചകളെയും ഒക്കെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, മയ്യിത്തിൽ നിന്ന് ഹയ്യിനെയും നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് ഈ ലോകത്ത് മുഴുവൻ ഉടമപ്പെടുത്തുന്ന, ഈ ലോകത്തിലെ ഓരോ അതിസൂക്ഷ്മ ചലനങ്ങളെയും നിശ്ചലനങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്, ആ ശക്തിയെയാണ് അല്ലാഹു എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും യാഥാർത്ഥ്യമായ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഫമാദാ ബഅദൽ ഹഖി ഇല്ല ദ്വലാൽ, അപ്പോൾ ആ ശക്തിക്ക് മുന്നിൽ പൂർണ്ണമായും സമർപ്പിക്കുകയല്ലാതെ, ആ അള്ളാഹുവിനോട്, ആ ലോകരക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ, നമ്മുടെ ഏതേത് പ്രശ്നങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ അതിൻ്റെ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അവിടെ അഴിച്ചു വെക്കുക എന്നതല്ലാതെ, ജീവിതത്തിൽ ഏതൊക്കെ ആരാധനയായി എന്തൊക്കെയുണ്ടോ അതൊക്കെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ, ആ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതല്ലാതെ മറ്റെന്ത് പോൻ വഴിയാണുള്ളത്? ഫമാദാ ബഅദൽ ഹഖി ഇല്ല ദ്വലാൽ, ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ളത്, സത്യത്തിനപ്പുറത്തുള്ളത് വഴികേടല്ലാതെ മറ്റൊന്നുമല്ലല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിനുള്ള ഈ സവിശേഷതകൾ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നുള്ള അതിനുള്ള അർഹതയായ ഈ സവിശേഷതകൾ മറ്റ് ഏതു വ്യക്തിക്കാണ്, ഏത് ശക്തിക്കാണ് ഇന്ന് മുസ്ലിങ്ങളോ അല്ലാത്തവരോ ആയി ലോകത്തിൻ്റെ സൃഷ്ടാവിനെ അല്ലാതെ വേറെ എന്തിനെയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവയ്ക്കൊക്കെ ഈ സവിശേഷതകളിൽ ഏതെങ്കിലും ഒന്ന് അവകാശപ്പെടാൻ കഴിയുമോ? അല്ലാഹുല്ലദീ ഖലഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ റസഖകും, നിങ്ങൾക്ക് ഉപജീവനം നൽകിയത്. സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും, നിങ്ങളെ മരിപ്പിക്കുന്നതും പിന്നീട് ജീവിപ്പിക്കുന്നതും ഒക്കെ അതേ രക്ഷിതാവാണ്. ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാൻ, ഇതിലേതെങ്കിലും ഒന്ന് അവകാശപ്പെടാൻ പോലെങ്കിലും നിങ്ങൾ അള്ളാഹുവിന് സമന്മാരായി സങ്കല്പിക്കുന്ന, അള്ളാഹുവിന് പങ്കുകാരായി സങ്കല്പിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് കഴിയുമോ? ഇല്ല എന്നുള്ള ഉത്തരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എങ്കിൽ, ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എങ്കിൽ, ഈ ജഗം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ജഗത് നിയന്താവുണ്ടെങ്കിൽ, ഓരോ മനുഷ്യർക്കും ഓരോ ജന്തുജാലങ്ങൾക്കും ഉപജീവനം നൽകുന്ന ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബ് ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പ്രവാചകരെ അങ്ങ് പറയുക, ആ അല്ലാഹു ഏകനാണ്, അഹദാണ് എന്ന് പ്രവാചകരെ പറയുക. ഒന്ന് ചുറ്റും കണ്ണോടിച്ചാൽ തന്നെ, ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളിലേക്ക് മനുഷ്യനെന്ന് ഉറ്റുനോക്കിയാൽ തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യമല്ലേ ഇത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു അത് മനുഷ്യൻ്റെ ചിന്തയെ തട്ടിയുണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത, അല്ലാഹുവിന് പുറമെ, അല്ലാഹു അല്ലാതെ മറ്റൊരുപാട് ആരാധ്യന്മാർ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾ, ഈ ലോകത്തിനെ ഉടമപ്പെടുത്തുന്ന സൃഷ്ടാക്കൾ ഈ ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, ആകാശഭൂമികൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അതൊരിക്കലും ഈ നിലയ്ക്ക് വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. ഒരു വാഹനത്തിന്, നമ്മൾ ഓടിക്കുന്ന ഒരു വാഹനത്തിന് രണ്ട് ഡ്രൈവർമാരുള്ള രണ്ട് നിയന്ത്രണ ശക്തികളുള്ള അവസ്ഥ മാത്രം നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്യത, വളരെ സുഗമമായി സഞ്ചരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ വളരെ സുന്ദരമായി സഞ്ചരിച്ചു പോകുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സൂര്യൻ സഞ്ചരിക്കുന്നുവെങ്കിൽ അതിന് കൃത്യമായൊരു മാർഗരേഖയുണ്ടെങ്കിൽ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അതേതെങ്കിലും യാദൃച്ഛികമായി ഉണ്ടായ മനുഷ്യൻ്റെ ചരിത്രത്തിലോ ഈ ഭൂമിയുടെ നിർമ്മാണത്തിൻ്റെ ചരിത്രത്തിലോ ഏതെങ്കിലും യാദൃച്ഛികതയിൽ സംഭവിച്ചു പോയ ഒരു താളപ്പിഴയല്ല. നേരെ മറിച്ച് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അതിന് പിന്നിൽ അസീസായ അലീമായ സർവജ്ഞനായ പ്രതാപിയായ അല്ലാഹുവിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനുൽ ഖദീം, വൃദ്ധിക്ഷയങ്ങൾ ബാധിക്കുന്ന ഈ ചന്ദ്രന് അതിന് കൃത്യമായ അതിന് ഇടവേളകളുണ്ടെങ്കിൽ അതിന് ചെല്ലാനുള്ള
ഭവനങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ ഖദറുണ്ട്, തഖ്ദീറുണ്ട്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ, സൂര്യനെ ഈ ചന്ദ്രനെ കവച്ചു വെക്കാൻ കഴിയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രിക്ക് പകലിനെയും കവച്ചു വെക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു താളമുണ്ട്, ഒരു ക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഓരോന്നും ഓരോ കാര്യങ്ങളും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ അതിൻ്റെതായ മാർഗത്തിലൂടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇത് മനുഷ്യൻ ആലോചിക്കാൻ കഴിയുന്ന സംഗതിയാണ്. അഗണ്യം നക്ഷത്രങ്ങൾ, അസംഖ്യം ഗാലക്സികൾ, മനുഷ്യൻ എണ്ണിത്തീർക്കാൻ കഴിയാത്ത എത്രയോ അധികം ഗ്രഹങ്ങൾ, ഒരു കൂട്ടിമുട്ടലും നമ്മൾ കാണുന്നില്ല, ഒരു താളപ്പിഴകളും നമ്മൾ അനുഭവിക്കുന്നില്ല, ഒരു ക്രമക്കേടോ ഒരു പാകപ്പിഴവോ ഒരു കൃത്യദോഷമോ നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ മനുഷ്യനിർമ്മിതമായ എത്രയോ വ്യവസ്ഥകൾ തകർന്ന് തരിപ്പണമാകുന്നത്, ഒരിക്കലും പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാത്തത് നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിർമ്മിത വ്യവസ്ഥകൾ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമ്മളെന്നും വാർത്താമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ജംഗ്ഷനിൽ പോലും ഗതാഗത കുരുക്കുകൾ തുടർക്കഥയാകുമ്പോൾ മനുഷ്യൻ അഹങ്കരിക്കുന്ന ടെക്നോളജികൾ പോലും, വലിയ മനുഷ്യൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൻ്റെ ഉദാഹരണങ്ങളായി എടുത്തു കാണിക്കപ്പെടുന്ന ടെക്നോളജികൾ പോലും ഇടയ്ക്കിടെ പണിമുടക്കുമ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ വളരെ സുഗമമായി അവയുടെ ഭ്രമണപഥങ്ങളിലൂടെ ഒഴുകി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാറ്റും മഴയും വെയിലും മഞ്ഞും ഉണ്ടാകുന്നത്, രാത്രിയും പകലും മാറി മാറി വരുന്നത് മനുഷ്യനിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കേവലം 1.5 കിലോയിൽ താഴെ മാത്രം ഭാരമുള്ള മനുഷ്യൻ്റെ തലച്ചോറിൽ 86 ബില്യൺ ന്യൂറോണുകൾ പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ട്രില്യൺ കണക്കിന് സിനോപ്സിസുകൾ, ട്രില്യൺ കണക്കിന് കണക്ഷനുകൾ അവിടെ നിർമ്മിക്കപ്പെടുന്നത്, മണിക്കൂറിൽ 431 കിലോമീറ്റർ വേഗതയിൽ ഡേറ്റകൾ, വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ മനുഷ്യൻ്റെ ഈ കുഞ്ഞു തലച്ചോറിന് സാധിക്കുന്നു എന്നത്, അതൊക്കെ സുഗമമായി ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് അല്ലാഹു ഏകനാണ് എന്നതിനുള്ള തെളിവ് തന്നെയാണ്. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുറു മർറസ് സഹാബ്, ഇങ്ങനെ സ്ഥിരമായി സ്ഥായിയായി നിൽക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് തോന്നുന്ന പർവ്വതങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നതും ഒക്കെ നമുക്ക് ചേർത്ത് വെച്ച് പഠിച്ചു നോക്കാം. മനുഷ്യൻ്റെ ബുദ്ധിയുടെ അങ്ങേ തലക്കൽ നമുക്ക് ചെന്ന് എത്തി നോക്കാം. നമുക്ക് വിശുദ്ധ ഖുർആനിൽ ലോക സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ ഈ ദീനിൽ ഏതെങ്കിലും ഒരു വൈരുദ്ധ്യം കണ്ടെത്തുക സാധ്യമല്ല. വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ, നിശ്ചലമായി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന പർവ്വതങ്ങൾ, പക്ഷേ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു വഹിയ തമുറു മർറസ് സഹാബ്, വെൺമേഘ കീറുകൾ ഇങ്ങനെ പാറിപ്പറന്നു പോകുന്നത് പോലെ, പഞ്ഞിക്കെട്ടുകൾ പോലെ ഇങ്ങനെ നീങ്ങുന്നത് നമ്മൾ കാണുന്നത് പോലെ പർവ്വതങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ഇതിനൊക്കെ പിന്നിലുള്ളത് ഏതെങ്കിലും യാദൃച്ഛികതകളല്ല. സുന്നല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ, എല്ലാ വസ്തുവിനും അതിൻ്റെതായ ചിട്ടയും വ്യവസ്ഥയും ഇത്ഖാനും നൽകിയ അല്ലാഹുവിൻ്റെ പ്രവർത്തനമാണിത്, അല്ലാഹുവിൻ്റെ വ്യവസ്ഥയാണിത്. ഇതേതെങ്കിലും പ്രകൃതിയുടെ വികൃതികളായി മനസ്സിലാക്കാനുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്, മനുഷ്യൻ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്, മനുഷ്യൻ ആരെയാണ് ആരാധിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ആപാദചൂടം നിഖില മേഖലകളിലും ഓരോ കാര്യങ്ങളിലും മനുഷ്യൻ കടപ്പെട്ടിരിക്കുന്നതും ബാധ്യതപ്പെട്ടിരിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഓരോ ചെറിയ ചലനങ്ങളിലും ആരോടാണ് നന്ദി സൂചകമായുള്ള ഇബാദത്തുകൾ അർപ്പിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമെന്ന് മനുഷ്യൻ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇതൊക്കെ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്. വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ, രാപ്പകലുകൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വശംസു വൽ ഖമർ, സൂര്യചന്ദ്രാദികൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇതിലൊക്കെ ഇത്രയധികം അത്ഭുതാവഹമായ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രാപഞ്ചികമായി ഇത്ര വലിയ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസങ്ങൾ അരങ്ങേറുന്നത് കാണുമ്പോൾ, ആ അത്ഭുതങ്ങളിൽ കണ്ണുമയങ്ങി അവയോട് പ്രാർത്ഥിക്കാനോ അവയുടെ മുമ്പിൽ സാഷ്ടാംഗമർപ്പിക്കാനോ ഉള്ളവനല്ല മനുഷ്യൻ. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനോ ചന്ദ്രനോ അർപ്പിക്കാനുള്ളതല്ല പ്രമാണം. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, ഇവയൊക്കെ സൃഷ്ടിച്ച, ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിന് മുമ്പിലാണ് പ്രണാമമർപ്പിക്കേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. ഇവയൊന്നും ആരാധനയ്ക്ക് അർഹതയുള്ളവരല്ല, ഇവയൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. വഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, ആരാധ്യൻ, നിങ്ങളുടെ ദൈവം
അത് ഏകനായ അല്ലാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. മനുഷ്യരുടെ ചുറ്റും നോക്കാനും മനുഷ്യൻ ഈ ഭൂമിയെയും അതുപോലെ തന്നെ മനുഷ്യന് ചുറ്റും നടക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും ചിന്തിക്കാനും വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളും അടിച്ചു വീശുന്ന കാറ്റും അതുപോലെ തന്നെ മേഘങ്ങളും ഈ ലോകത്ത് നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും അള്ളാഹുവിൻ്റെ തൗഹീദിനുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്ന് മനുഷ്യൻ ആലോചിച്ചു മനസ്സിലാക്കേണ്ട പ്രതിഭാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒക്കെയും അള്ളാഹുവിൻ്റെ തൗഹീദിലേക്കുള്ള ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്നതിലേക്കുള്ള ചൂണ്ടുപലകകൾ മാത്രമാണ്. ഈ പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാം പറയുന്നത്. ഈ പ്രപഞ്ചനാഥന് മുന്നിൽ മാത്രം വണക്കങ്ങൾ അർപ്പിക്കുക എന്നതാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവിന് പുറമെ നമ്മൾ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, സമൂഹത്തിൽ ആരെയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ, അവയൊക്കെയും ഇതുപോലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്ന്, നിസ്സാരരായ ദുർബലരായ അടിമകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയുണ്ടോ, ഇബാദുൻ അംസാലുക്കും, അവരൊക്കെ നിങ്ങളെപ്പോലെ തന്നെയുള്ള സൃഷ്ടികളാണ്, അടിമകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തുള്ള ഓൺലൈനിലും അതുപോലെ തന്നെ അല്ലാതെയുമൊക്കെയായി ഈ ആദർശ മുഖാമുഖം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്ത് കൈവത്തവർ ആലോചിക്കേണ്ട സംഗതിയാണ്, അള്ളാഹുവിന് പുറമെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് പുറമെ, പ്രപഞ്ചനാഥന് പുറമെ ആരൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവയൊക്കെയും നമ്മളെപ്പോലുള്ള നിസ്സാരരായ അടിമകൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ലോകത്തോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു പറഞ്ഞതുപോലും ഇതേ കാര്യമാണ്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് പ്രവാചകരെ അങ്ങ് ആളുകളോട് പറയുക. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നെനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നു, അതുമാത്രമാണ് എൻ്റെ സവിശേഷത, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് എന്ന് ജനങ്ങളോട് പറയുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധ്യ പുരുഷനായി കാണുന്ന ആളുകൾ ഇന്ന് മുസ്ലിം സമൂഹങ്ങളിലുണ്ട്. വലിയ വലിയ മൺമറഞ്ഞു പോയ വലിയ ആളുകളെ, മഹാന്മാരായ ആളുകളെ ആരാധ്യ പുരുഷന്മാരായി കാണുന്ന ആളുകൾ ഇന്ന് മുസ്ലിം നാമധാരികളായി മുസ്ലിം സമൂഹത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് സംസ്കാരത്തിലോ ഏത് കാലത്തോ ഏത് നാട്ടിലോ നമ്മൾ ജീവിക്കട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത് ഇതാണെങ്കിൽ നമുക്കാലോചിക്കാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപ്, ജീവിക്കുന്നതിന് മുൻപ്, മരിക്കുന്നതിന് മുൻപ് ഈ ലോകം ഇതേപടി തന്നെ ഉണ്ടായിരുന്നു. അന്നും സൂര്യചന്ദ്രന്മാർ ഉദിച്ചസ്തമിക്കാറുണ്ടായിരുന്നു. അന്നും രാപ്പകലുകളും മാസങ്ങളും വർഷങ്ങളും അതുപോലെ തന്നെ വസന്തങ്ങളും ശിശിരവും വേനൽക്കാലവും ഒക്കെ മാറി മാറി വരാറുണ്ടായിരുന്നു. അന്നും മഴ പെയ്തിരുന്നു. അന്നും പുഴകളും നദികളും ഇതുപോലെ ഒഴുകിയിരുന്നു. അന്നും സമുദ്രത്തിൽ തിരമാലകൾ അലയടിച്ചിരുന്നു. അനന്തവിഹായസിൽ പറന്നുയരുന്ന ചിറക് വിടർത്തുന്ന പറവകൾ അന്നും വളരെ നല്ല രൂപത്തിൽ ഈ ആകാശത്തിലൂടെ പറന്ന് രസിച്ചിരുന്നു. പ്രകാശം പോലും കടന്നു ചെല്ലാത്ത ആഴിയുടെ അന്തരാളങ്ങളിൽ ജീവിക്കുന്ന ജലജീവികൾ, മത്സ്യങ്ങൾ, അന്നും അവയ്ക്കുള്ള ഉപജീവനങ്ങൾ നൽകപ്പെട്ടിരുന്നു. എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും ഏതൊരു സൃഷ്ടിയും ഉണ്ടാവുന്നതിന് മുൻപും ശേഷവും ഒക്കെ ഇതൊക്കെ സുഗമമായി നടന്നു പോകുന്നു എങ്കിൽ, ഇതൊക്കെ അങ്ങനെ തന്നെ നടന്നു പോകുന്നു എങ്കിൽ, ഈ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു എങ്കിൽ, ഇവയ്ക്ക് പിന്നിലുള്ള സ്രഷ്ടാവ് ആരാണ്? ഇവയ്ക്ക് പിന്നിലുള്ള കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ പ്രഥമ ശിഷ്യൻ, ഇസ്ലാമിൻ്റെ പ്രഥമ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. അല്ലയോ, നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദ് നബിയുടെയും റബ്ബായ അല്ലാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്,
ആ അള്ളാഹു മരണമില്ലാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇത് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിലെ 144-ാമത്തെ വചനം ഓതി കേൾപ്പിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഇസ്ലാമിൻ്റെ ഏറ്റവും മനുഷ്യരിൽ സൃഷ്ടികളിൽ, ഈ ലോകത്ത് ഏറ്റവും അതിശ്രേഷ്ഠനായ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അദ്ദേഹവും ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹുവിൻ്റെ ഒരു ദൂതനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. അദ്ദേഹത്തിന് മുൻപ് അനവധി പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരിച്ചെന്ന് കരുതി, അല്ലെങ്കിൽ മരിച്ചാലോ കൊല്ലപ്പെട്ടാലോ നിങ്ങൾ ഈ ആദർശം ഉപേക്ഷിച്ച് ഈ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നമുക്ക് കാണാൻ. അതെല്ലാവർക്കുമുള്ള പാഠമാണ്. ഏതൊരു സൃഷ്ടിയും അള്ളാഹുവിനോളം, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനോളം, ആരാധ്യനോളം വരില്ല എന്ന പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അല്ലാഹുവല്ലാത്ത, സൃഷ്ടാവല്ലാത്ത ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അവരാരും അന്യൂനരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറവുകളും പരിമിതികളും പലതരത്തിലുള്ള ലിമിറ്റേഷനുകൾക്കുള്ളിലും ജീവിക്കുന്ന, അതിനുള്ളിൽ മാത്രം ഇടപെടാൻ കഴിയുന്ന ആളുകളാണ് ഏത് സൃഷ്ടിയായിരുന്നാലും. കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒരു ചെറിയ നക്ഷത്രമായ സൂര്യൻ, ആ സൂര്യന് നേർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് കണ്ണ് തുറന്നു പിടിക്കാൻ കഴിയാത്ത, പ്രകാശം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ലൈറ്റ് അണഞ്ഞു പോയി കഴിഞ്ഞാൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന 20 മുതൽ 20,000 ഹെർട്സ് വരെ മാത്രം ശബ്ദവീചികൾ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള, കാത് നൽകപ്പെട്ട, സ്വന്തം ജീവനോ ആയുസ്സിനോ സ്വന്തം നിലനിൽപ്പിന് പോലുമോ ഒരു നിമിഷാർത്ഥം പോലുമുള്ള ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത മനുഷ്യരാണോ, സൃഷ്ടികളാണോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മറ്റുള്ളവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളേവരെയും ചിന്തിപ്പിക്കേണ്ട ചോദ്യമാണ്. ഈ സൃഷ്ടിയാണോ അവന് പരിമിതികളുണ്ട്? സൃഷ്ടിയാണോ അതിന് തുടക്കമുണ്ട്? സൃഷ്ടിയാണോ അതിന് ജനനമുണ്ട്? ജനനമുണ്ടെങ്കിൽ അതിന് മരണമുണ്ട്. തുടക്കമുണ്ടെങ്കിൽ അതിനൊരു ഒടുക്കമുണ്ട്. പക്ഷേ തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമാണെങ്കിൽ പിന്നെ അതങ്ങനെ ദൈവമാകും. ജനിക്കുന്നതും മരിക്കുന്നതുമാണെങ്കിൽ പിന്നെ അങ്ങനെ അത് ദൈവമാകും. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്. ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ റബ്ബിൽ ഭരമേൽപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരാൾക്കും ഒന്നിനെയും ആശ്രയിക്കാത്ത, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഹയ്യും ഖയ്യൂമുമായ ആ ഏക ഇലാഹിനു മാത്രമാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഒന്ന് കുറച്ചു നേരം അധ്വാനിച്ചാൽ ഊർജം നഷ്ടപ്പെട്ട് വാടിത്തളർന്ന് മയങ്ങാൻ വേണ്ടി പോകുന്ന മനുഷ്യർ എങ്ങനെയാണ് അല്ലാഹുവിന് തുല്യരായി മാറുക? എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായി മാറുക? ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കാത്തവനാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്പനേരം വെയിലത്ത് നിന്ന് ഒന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ തൊണ്ട വരണ്ട് വാടിത്തളർന്ന് കിതച്ചു പോകുന്ന, മര്യാദക്കൊരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ ക്ഷീണിച്ചവശനായി ഒരു സ്ഥലത്ത് ഇരുന്നു പോകുന്ന ഈ മനുഷ്യരെയാണോ നമ്മൾ ആരാധിക്കേണ്ടത്? ഈ സൃഷ്ടികളോടാണോ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി നമ്മൾ ചെല്ലേണ്ടത്? ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, അഗൈറല്ലാഹി അത്തഖിദു വലിയൻ. അല്ലാഹുവല്ലാത്ത മറ്റു പലരെയുമാണോ ഞാൻ രക്ഷാധികാരികളായി സ്വീകരിക്കേണ്ടത്? ഫാത്തിരിസ് സമാവാതി വൽ അർദ്. ഈ ലോകത്തെയും ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് പകരം വേറെ ആരെയെങ്കിലുമാണോ ഞാൻ വലിയായി രക്ഷാധികാരിയായി സ്വീകരിക്കേണ്ടത്? വഹുവ യുത്ഇം വലാ യുത്അം. അവനാണല്ലോ മറ്റുള്ളവർക്ക് ഉപജീവനം, ഭക്ഷണം നൽകുന്നത്. അവന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് സൃഷ്ടാവിനെ കുറിച്ച്, നാം ആരാധിക്കേണ്ട റബ്ബിനെ കുറിച്ച്, ലോകത്തിൻ്റെ രക്ഷിതാവിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഏതൊരു മനുഷ്യനും അവൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ യുക്തിയാണ്. ഏതെങ്കിലും തരത്തിൽ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക്, മറ്റേതെങ്കിലും ജീവികൾക്ക്, ശക്തികൾക്ക്, ആരുമായി കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ട്. മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ട്. മനുഷ്യനെ ജനിപ്പിക്കാനോ മരിപ്പിക്കാനോ ഈ സൃഷ്ടികളെ നിയന്ത്രിക്കാനോ ഒക്കെ എന്തെങ്കിലും ഒരു സ്വാധീനമുണ്ട്, ശക്തിയുണ്ട് എന്നത് ഇസ്ലാം നിരാകരിക്കുന്നു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. അവർ ജനനത്തെയോ ജീവിതത്തെയോ മരണത്തെയോ
പുനരുദ്ധാനത്തെയോ ഉടമപ്പെടുത്തുന്നവരല്ല എന്ന് വിശുദ്ധ ഖുർആൻ അക്കമിട്ട് പ്രഖ്യാപിക്കുന്നു. സ്വന്തം ഹൃദയത്തിൻ്റെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളെയും, ഈ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നു എന്ന് മുസ്ലിം നാമധാരികളായ ആളുകൾ വിശ്വസിച്ചു പോരുന്ന, മുസ്ലിം സമൂഹത്തിലെ തന്നെ ആളുകൾ അജ്ഞത പോലും വിശ്വസിച്ചു പോരുന്ന മൺമറഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. സ്വന്തം ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും അതിൻ്റെ മേൽ പോലും ഒരു നിയന്ത്രണാധികാരവും ഇല്ലാത്ത, ഒന്ന് മൂക്കൊലിപ്പ് വന്നാൽ പോലും അത് തടയാൻ കഴിയാത്ത, എന്തെങ്കിലും ഒരു അസുഖം വന്ന് ശ്വാസകോശത്തിന് എന്തെങ്കിലും തകരാറ് വന്നാൽ കൃത്രിമ ശ്വാസം നൽകി ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച വയറുകളിൽ ബന്ധിതമായി ആശുപത്രിയിലേക്ക് ഓടേണ്ടി വരുന്ന, അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകളെയാണോ അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് സമന്മാരായി അള്ളാഹുവിന് കൊടുക്കേണ്ട അർഹതപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിന് എന്തു പേരിട്ട് വിളിച്ചാലും, അത് ഔലിയാക്കളെന്ന് വിളിച്ചാലും, ശൈഖന്മാരെന്ന് വിളിച്ചാലും, തങ്ങന്മാരെന്നോ ബീവിമാരെന്നോ പുണ്യാളന്മാരെന്നോ പുണ്യപുരുഷന്മാരെന്നോ വാഴ്ത്തിയാലും ഒരിക്കലും അത് സാധ്യമല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ സുഹൃത്തുക്കളെ, നോക്കൂ എൻ്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരെ, സ്വന്തം കാര്യം പോലും നിർവഹിക്കാൻ കഴിയാത്ത, സ്വന്തം തൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ പോലും ഒരു തരത്തിലുള്ള അധികാരവും ഇല്ലാത്ത ഇത്തരം സൃഷ്ടികളോടല്ല പ്രാർത്ഥിക്കേണ്ടതും അവരെയല്ല ആരാധിക്കേണ്ടതും എന്നതാണ് ഇസ്ലാം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് ഏതായാലും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. സ്വന്തം അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും, സ്വയം തങ്ങളെ തന്നെ സഹായിക്കാൻ പോലും അവർക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും ചെറിയൊരു അധ്യായത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ അവരുടെ നാവിൻ തുമ്പിലുള്ള അധ്യായം ഖുൽ ഹുവല്ലാഹു അഹദ്. പ്രവാചകരെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ ഏകനാണ്, അല്ലാഹു സ്വമദ് അവൻ പരാശ്രയമുക്തനാണ്, എല്ലാവരും അവനെയാണ് ആശ്രയിക്കുന്നത്, അവൻ ഒന്നിൻ്റെയും ആശ്രയമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരിൽ നിന്നെങ്കിലും ജനിച്ചുണ്ടായവനല്ല, ആരെങ്കിലും പ്രസവിച്ചവനല്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല, അവൻ ജനകനോ ജാതനോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഏതെങ്കിലും ഒരു നിലയ്ക്ക് അവൻ്റെ ഈ പറഞ്ഞ അധികാരങ്ങളിലോ വിശേഷണങ്ങളിലോ അവൻ്റെ നാമങ്ങളിലോ പോലും ഏതെങ്കിലും ഒരു നിലയ്ക്ക് അതിന് തുല്യമായ ഒന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ സ്രഷ്ടാവിനെ, ആ പ്രപഞ്ചത്തിൻ്റെ നാഥനെ, ആ ലോകരക്ഷിതാവിനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ അവരുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ലളിത യുക്തിയുമാണത്. സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ അങ്ങ് പ്രഖ്യാപിക്കേണ്ടത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എൻ്റെ സങ്കടങ്ങളുടെ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വയ്ക്കുന്നത് ഞാൻ അള്ളാഹുവിനോട്, എൻ്റെ ലോകത്തിൻ്റെ രക്ഷിതാവായ എൻ്റെ റബ്ബായ എൻ്റെ രക്ഷിതാവിന് മുമ്പിൽ മാത്രമാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് യാതൊന്നിനെയും ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുക പ്രവാചകരെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ആ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതിനു വേണ്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനെതിരെ ഏതൊക്കെ ദുർന്യായങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ടോ, അതിനൊക്കെയും തന്നെ വിശുദ്ധ ഖുർആൻ ഉന്നയിച്ച ബൗദ്ധികവും പ്രാമാണികവുമായ മറുപടികൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഈ യുക്തികൾ പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹു ശരിയായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.